ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് മോളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും കുറേ അധികം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചിക്കൻ കറി ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചില സമയത്ത് മടി പിടിക്കുമായിരുന്നു. അപ്പോൾ ഇവൾക്ക് ചിക്കൻ കറി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് റെസിപ്പി നോക്കി എഴുതിയെടുക്കുകയാണ് കേട്ടോ. അപ്പം സലു കിച്ചണിലാണ് ഏറ്റവും അധികം സിമ്പിളായിട്ട് റെസിപ്പീസ് ഇവൾക്ക് ഈസി ആയിട്ട് കിട്ടിയിരുന്നതും ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ടെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി തന്നെയായിരുന്നു. അപ്പോൾ ഇതാ അവർ പറഞ്ഞതനുസരിച്ച് എൻ്റെ ഓർമ്മയിൽ എനിക്ക് അത്ര റെസിപ്പി അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല, എന്നാലും അറിയണത് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ പേര് ഇടിവെട്ട് ചിക്കൻ കറി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങനീരും എല്ലാം കൂടി ഇട്ടിട്ട്, പിന്നെ കുറച്ച് മസാലകളും മുളക് പൊടി എല്ലാം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഇട്ടിട്ട് നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. നോമ്പിൻ്റെ സമയമായതുകൊണ്ടും പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടും ഇതുപോലെ പരീക്ഷണം നടത്താനൊക്കെ നല്ലപോലെ സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒത്തിരി റെസിപ്പീസ് അന്ന് ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഇറിറ്റേഷനാണ് കേട്ടോ വന്നത്. കാര്യം നമ്മൾ പിന്നാലെ നിൽക്കണം, കിച്ചൺ നീറ്റ് ആവില്ല, അങ്ങനെയൊക്കെയുള്ള റീസൺസാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. പക്ഷേ ഇവൾ പറഞ്ഞു ഞാനെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോരോ റെസിപ്പീസ് നന്നായി വന്നപ്പം എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് പുതിയ പുതിയ റെസിപ്പീസ് നമുക്ക് കഴിക്കാം. അതുപോലെ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയാൽ നമുക്കത് നെക്സ്റ്റ് ഡേക്കും കിട്ടും. അപ്പം എനിക്കും പിന്നെ നല്ല ഇൻട്രസ്റ്റായി വന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മസാല ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ മസാലകളും കൂടി ബ്ലെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഉലുവയില ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് റെസിപ്പി ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മുടെ ചെറുനാരങ്ങ നീരും എല്ലാം ഇട്ടിട്ടാണ് ഈ ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ആ മസാല ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനോ ചിക്കൻ്റെ ഫ്ലഷ് തൊടാനോ അങ്ങനെയുള്ള മടികളൊന്നും മോൾക്കില്ല കേട്ടോ. അപ്പം അതേതായാലും നന്നായി. അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വരുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കുന്നത് വരെ അവൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്യാം. നല്ലൊരു നോൺ സ്റ്റിക്ക് കടായി എടുത്ത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ച് എളുപ്പം. അപ്പം നന്നായിട്ട് ഫ്രൈ ആവേണ്ട, ഒരുവിധം ഒരു 1/4 വേവ് ആകുമ്പോൾ ആദ്യം കുറച്ച് മസാലാസാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുമ്പം സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്, പെപ്പർ പൗഡർ ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കടലമാവ്, അത് ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് തോന്നുന്നു, അത് ഇടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞു വരണം. അപ്പോൾ ആ സമയത്ത് കുറച്ച് തൈര് ചേർക്കും. പിന്നെ ഇതിൻ്റെ ഈ കളറ് കാണുമ്പോഴത്തേനും നമുക്ക് ഇത് ഭയങ്കര സ്പൈസിയാണെന്ന് ഫീൽ ചെയ്യും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം, പിന്നെ ഉലുവയില ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ഗ്രേവിയായി കിട്ടുമ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം നല്ലൊരു ഗ്രേവി ആയിട്ട് വരുമ്പോൾ നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുക. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി ഫ്രൈ ഒക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്കിത് നോമ്പിന് എങ്ങനെ കഴിക്കും എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ ഫൈനലി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അന്നും പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിയായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ വീഡിയോസൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വന്നപ്പം ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതൊന്ന് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണാതെ ആ വീഡിയോസൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവില്ലേ. നോമ്പിൻ്റെ സമയത്ത് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ കുട്ടി നോമ്പ് തുറയൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ നാളെ എന്തായാലും വീഡിയോ ഉണ്ടാവും. നാളത്തെ ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആണ്. പിന്നെ വെനസ്ഡേ ഫ്രൈഡേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം അവൾ അടിപൊളിയായിട്ടൊക്കെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടും കേട്ടോ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും ബൈ.